ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കേസ് ഹിസ്റ്ററി വിശദമായി പഠിച്ചതിൽ ഇത് വളരെ ഭംഗിയായി സ്വയം ചെയ്ത ഒന്നാണെന്ന് വ്യക്തമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ CIയെ വിസ്തരിക്കാൻ അനുവദിക്കണം. മോളെ ഇപ്പൊ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവോ? നമുക്ക് അങ്ങോട്ട് പോവാമോ? തിരുമേനി വരണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഇതിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥാനത്ത് നിന്ന് രാധയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങള് കോടതിയിലേക്കാ. അങ്ങേക്ക് ഞാൻ വാക്ക് തരുന്നു, രാധികയെ അങ്ങയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. എന്റെ വാക്കാ. മിസ്റ്റർ ചന്ദ്രശേഖർ, എന്നെ മാറ്റി ആരതി വർമ്മയ്ക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളുടെ തീരുമാനമാണോ അതോ കുടുംബത്തിന്റെ തീരുമാനമാണോ? രണ്ടുമല്ല, എല്ലാം തീരുമാനിച്ചത് ഫിദയാ. ഗായിക ശ്യാമയുടെ സർവസ്വമായ ഫിദ. ഒരു കേസ് നഷ്ടപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് ഒരു നിസ്സാരമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കത് അങ്ങനെയാകുമെന്ന് തോന്നുന്നില്ല. ആരതി വർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ കോടതികളിൽ മറ്റാർക്കും അസൂയുണ്ടാക്കുന്ന വിജയങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കണക്കുകൂട്ടലനുസരിച്ച് നിങ്ങളടക്കം എല്ലാവരും ഇന്ന് കോടതിയിൽ വിയർക്കും. CA ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെളിവുകളൊക്കെ ഭദ്രമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഉണ്ടാക്കി വെച്ച തെളിവുകൾ, അതാണ് ഇവിടെ പ്രധാനം. ക്രിയേറ്റീവ് എവിഡൻസ് കൃത്യമായി പൊളിക്കാൻ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് സാധിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി ഭാഗ്യത്തിന്റെ അനുകൂലമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രതിഭാഗത്തിന് വേണ്ടി പുതിയ വക്കീലാണല്ലേ? യെസ് യുവർ ഓണർ. ആരതി വർമ്മയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള കാര്യങ്ങളെല്ലാം കോടതി സഗൗരവം കാണുന്നുണ്ട്. വെൽക്കം. താങ്ക് യു യുവർ ഓണർ.
യുവർ ഓണർ, പ്രതികൾക്ക് ജാമ്യം കൊടുക്കാവുന്ന യാതൊരു കാര്യവും നിലവിൽ സംഭവിച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ പുരോഗതി CI തന്നെ കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ്. അതിസമ്പന്നനായ വരുണിനെ ജാമ്യത്തിൽ വിടുന്നത് കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനും കേസിൽ ഇതുവരെ ദൃക്സാക്ഷികളായവരെ സ്വാധീനിക്കാനും കാരണമാവും എന്നതുകൊണ്ട് പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള എന്റെ അപേക്ഷ. ആരതി വർമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. ഈ കേസ് ഹിസ്റ്ററി വിശദമായി പഠിച്ചതിൽ ഇത് വളരെ ഭംഗിയായി സ്വയം ചെയ്ത ഒന്നാണെന്ന് വ്യക്തമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ CIയെ വിസ്തരിക്കാൻ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. മിസ്റ്റർ ഓഫീസർ, പ്രിയങ്കയുടെ മരണം കൊലപാതകമാണോ? അതെ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം?